ഗ്രൂപ്പുകളുണ്ട്. സാത്താന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മളെ അകറ്റുക എന്നുള്ളത്. പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളെ അകറ്റാതെ സാത്താൻ ഒരിക്കലും കത്തോലിക്ക സഭയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. കാരണം കത്തോലിക്ക സഭയിലുള്ള ഒരു വിശ്വാസിക്ക് പരിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ, മാമോദിസയിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുമെന്ന് സാത്താൻ അറിയാം. എത്ര വലിയ മാരകപാപിയാണെങ്കിലും പാപത്തെക്കുറിച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടി കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും നിത്യജീവൻ കിട്ടും. അതിനായി സാത്താൻ എടുക്കുന്ന വലിയ കെണിയാണ് ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന്, ജപമാല പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ അകറ്റുക. അതിന് ചില സഹോദരങ്ങളെ സാത്താൻ കൂട്ടുപിടിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അമ്മ കന്യകയല്ല, അമ്മ മുട്ടത്തോടാണ്, അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ട്, ഇങ്ങനെ തെറ്റായ പഠനങ്ങൾ, തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായ ആശയങ്ങൾ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ചില വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അനേക ഹൃദയങ്ങളെ പരിശുദ്ധ അമ്മയെ അകറ്റിയിട്ടുണ്ട്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. എനിക്കറിയാവുന്ന ഒത്തിരിയേറെ നല്ല കുടുംബങ്ങൾ കത്തോലിക്ക സഭയില് പരിശുദ്ധ കുർബാന പങ്കെടുത്തുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് സഭയിലില്ല. എനിക്ക് ഒത്തിരി കുടുംബങ്ങളെ അറിയാം. എന്തുകൊണ്ട് കൊഴിഞ്ഞുപോയി? ഈ തെറ്റായ വിഷം കേട്ട്. സ്നേഹമുള്ളവരെ, ചിലരുടെ ജോലി തന്നെ ഇതാണ്, ഇങ്ങനെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഓർക്കേണ്ട കാലഘട്ടമാണ്. അവസാന കാലമാകും തോറും വ്യാജപ്രവാചകന്മാരുടെ എണ്ണം കൂടും. ഇപ്പൊ തന്നെ ഒത്തിരി ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്, പല ഗ്രൂപ്പുകളാണ്. സ്നേഹമുള്ളവരെ, ജീവനുണ്ടെങ്കിൽ, ശ്വാസമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പുറത്ത് പോകരുത്. ഇതൊരു അവസാന വാണിംഗ് പോലെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ഇന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ 13 വർഷമായി ഈ ആത്മശുശ്രൂഷ രംഗത്തുള്ളപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകൾ സഭയിൽ നിന്ന് നമ്മൾ ഒത്തിരി കുടുംബങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അത് വർദ്ധിച്ച് ചില പ്രധാന കൾട്ട് ഗ്രൂപ്പുകൾ ഇന്ന് അനേകരെ സാത്താന് വേണ്ടി തടവിലാക്കി വെച്ചിരിക്കുകയാണ്. ചില ഗ്രൂപ്പ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് വഴിതെറ്റിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ, ഇത്രയും ഞാൻ ആഗ്രഹിക്കുകയാണ്, സാത്താൻ അറിയാം പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മളെ അകറ്റാതെ കത്തോലിക്ക സഭയിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ അമ്മ മാതാവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? യേശു ക്രിസ്തുവിനെ അറിയാത്ത ഒരു ആത്മാവിനെ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് സത്യം വെളിപ്പെടുത്തി തിരിച്ചറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒട്ടിച്ചേർത്തുകൊണ്ട് ആ ആത്മാവിന് നിത്യരക്ഷ നൽകുക എന്നുള്ളതാണ് പരിശുദ്ധ മാതാവ് നൽകുന്ന പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ.